കെ സുധാകരന്റെ അനുനയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പ്രതികരിക്കാതെ കെ മുരളീധരൻ. അതേസമയം മുരളീധരന്റെ തൃശൂരിലെ പരാജയം കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചുവെന്നും അക്കാര്യം അന്വേഷിക്കുമെന്നും കെ സുധാകരൻ ഇന്നലെ പറയുകയുണ്ടായി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മുരളീധരൻ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. ഇപ്പോൾ ജോഷില കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിലാണ് ഈ പരാജയത്തിന് ശേഷം മുരളീധരൻ ഏറ്റവും കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നേരെ പല ഒളിയമ്പുകളും ഉന്നയിച്ച് അവിടെ നിന്ന് വാർത്താസമ്മേളനം നടത്തി കോഴിക്കോടേക്ക് പോകുന്നത്. പിന്നീട് അന്നു മുതൽ അദ്ദേഹം കോഴിക്കോടുണ്ട്. അവിടെ എത്തിയാണ് കെ സുധാകരൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടത്. അതിനുശേഷവും കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. കെ സുധാകരൻ്റെ ഒരു ഇവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷമുള്ള ഒരു മനോഭാവം എന്തായിരുന്നു? മുരളീധരനെ കൂടുതലായി അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുക, പുതിയ പദവികൾ, രാഷ്ട്രീയ പദവികളോ മറ്റോ അദ്ദേഹത്തിന് നൽകുക, തൃശ്ശൂരിലെ തോൽവിയിൽ അന്വേഷിക്കുക, ഈ ഒരു പാക്കേജാണോ, ഈ ഒരു ഫോർമുലയാണോ മുരളീധരന് മുമ്പാകെ സുധാകരൻ വെച്ചത്? തീർച്ചയായും ശരത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുമ്പോഴും വലിയ പ്രശ്നത്തെയാണ് കോൺഗ്രസ് അതിനുശേഷം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കെ മുരളീധരന്റെ തോൽവിയാണ്. അതായത് പാർട്ടി തോൽപ്പിച്ചു എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. തൃശ്ശൂരിൽ കെ മുരളീധരൻ തോൽക്കുന്നു, അതേസമയം തന്നെ അദ്ദേഹത്തെ വടകരയിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയതായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് മുരളീധരൻ, പാർട്ടി അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് മുരളീധരൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇനി പൊതുരംഗത്തേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയ അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. അതിനിടയ്ക്കാണ് എം കെ രാഘവൻ അടക്കമുള്ളവർ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർ ഇന്നലെ അദ്ദേഹത്തെ കാണാനായി എത്തിയത്. എന്നാൽ ഇവരെ ആരെങ്കിലും സ്വീകരിക്കാനോ യാത്രയയക്കാനോ ഒന്നും തന്നെ കെ മുരളീധരൻ പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ഇദ്ദേഹവുമായി ചർച്ച നടത്തി എന്ന് പറയുന്നു. പുറത്തു വന്നപ്പോൾ പൊതുരംഗത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞത്. മുരളീധരൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. ഈ കോൺഗ്രസിന് വലിയ വീഴ്ച, തൃശ്ശൂരിന്റെ കാര്യത്തിൽ വലിയ വീഴ്ച കോൺഗ്രസിന് പറ്റിയിട്ടുണ്ട്. അത് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കണം, അത് ചർച്ച നടത്തും, അന്വേഷിക്കും എന്നുള്ള കാര്യമാണ് കെ സുധാകരൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്. എന്നാൽ ഇത് കോൺഗ്രസിൽ വലിയൊരു പ്രശ്നത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ അന്വേഷണം എവിടെയൊക്കെ എത്തും, ആരിലൊക്കെ എത്തിച്ചേരും എന്നുള്ളതും, കെ മുരളീധരൻ ഒരു അനുനയത്തിന് തയ്യാറാകുമോ എന്നുള്ളതും ഒക്കെ തന്നെ. അതായത് കെ സുധാകരൻ ഇന്നലെ സംസാരിച്ചിട്ട് പോലും അദ്ദേഹം ഒന്ന് പുറത്തേക്ക് വരാനോ മാധ്യമങ്ങളെ കാണാനോ തയ്യാറായിട്ടില്ല. അതായത് KPCC അധ്യക്ഷന്റെ അനുനയ ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇതുവരെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം അത് സംഘടനാപരമായ വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഇന്നും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണാൻ പോകും. എന്നാൽ പ്രതികരിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. റൈറ്റ്. ഇപ്പോൾ ജോഷില സൂചിപ്പിച്ചതുപോലെ 20-ൽ 18 സീറ്റ് നേടുമ്പോൾ പോലും ഈ പറഞ്ഞതിൽ വലിയ ശക്തമായ ഒരു വിജയം, 19ന്റെ ആവർത്തനം എന്ന നിലയിൽ കോൺഗ്രസും UDFും നേടുമ്പോൾ തന്നെയാണ് തൃശ്ശൂരിലെ തോൽവി വലിയ ആഘാതം സൃഷ്ടിക്കുന്നത്. കാരണം ഒന്നാമത് നിന്ന ആ പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും, UDF മുന്നണി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെടുകയും അതാകെയും സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഏറ്റവും സഹായകരമായ മാറ്റമായി മാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇപ്പോൾ കലക്കിമറിക്കുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ മുരളീധരൻ നിൽക്കുകയും ചെയ്യുന്നത്.